ഇതിൻ്റെ ഏത് സാധനം പോയാലും ഇത് മാറാം. തടി പോയാലും മാറാം, കൈപിടി പോയാലും ഇതുണ്ട്. അടുത്ത ഐറ്റം കോടാലിയാണ്. കോടാലി നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുമോ? കോടാലി ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. ലേഡീസ് തുമ്പ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, പക്ഷേ ഇത് പെണ്ണുങ്ങളല്ല ആണുങ്ങളെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ചെറിയ നമുക്ക് ഗാർഡനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു തൂമ്പ. ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് തൂമ്പായ്ക്ക് പേറ്റന്റ് എടുത്തിരിക്കുന്ന ഒരാൾ ഞാനായിരിക്കും. ROVER എന്ന് വന്നിട്ട് ഇടുക്കി ജില്ലയിൽ വണ്ടൻമേടിന് അടുത്തായിട്ട് ആമയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുല്യ ഇൻഡസ്ട്രീസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ റിട്ടയർഡ് പട്ടാളക്കാരനായുള്ള ശശിയേട്ടൻ ഇവിടെ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കർഷകർക്കൊക്കെ ആവശ്യമുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൂമ്പ എന്ന് പറയുന്നത് അല്ലേ. തൂമ്പയില് പാറ്റന്റ് എടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. തൂമ്പ മാത്രമല്ല കേട്ടോ, കോടാലി ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പ്രോഡക്റ്റും ഇവിടെ അതുല്യ ഇൻഡസ്ട്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക്. അതുല്യ ഇൻഡസ്ട്രീസിന്റെ ഓണർ ശശിയേട്ടനാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ശശിയേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാനിവിടെ വരാൻ കാരണം നിങ്ങളൊരു വ്യത്യസ്തമായ രീതിയിലാണ് തൂമ്പയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൂമ്പക്ക് പാറ്റന്റ് എടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം, ഞാൻ ഒരു കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം പറയുന്നത് തൂമ്പാണല്ലോ. തീർച്ചയായും. അപ്പൊ ഈ തൂമ്പ നമ്മുടെ അനുഭവത്തിൽ വന്നപ്പോഴത്തേന് ഇത് കൈമുറുക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ടും തോന്നി. അപ്പൊ ഏത് കൈ നേരത്തെ നമ്മുടെ കാരണന്മാരൊക്കെ തടിയുടെ പിടി നല്ലപോലെ പഠിച്ച് മുറുക്കി നല്ലപോലെ എടുക്കുമായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് അറിയത്തില്ല, എനിക്കും നല്ലപോലെ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് നേരത്തെ ഈ കൈ മുറുക്കുന്ന കല്ലമ്പള എന്ന് പറയുന്ന സാധനമൊക്കെ ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് അവൈലബിൾ അല്ല, കിട്ടത്തില്ല. അപ്പോൾ അത് വിട്ട് മുറിക്കാനേ ശരിയാത്തുള്ളൂ. അപ്പോൾ പിന്നെ കമ്പനിക്കാരെന്ത് ചെയ്തു, ഇത് വെൽഡ് ചെയ്ത് ഇരുമ്പിൻ്റെ പിടി വെൽഡ് ചെയ്ത് വിടാൻ തുടങ്ങി. അപ്പോൾ വെൽഡ് ചെയ്ത് വിടുമ്പോഴത്തേന് അത് അവിടെ ആ വെൽഡ് ചെയ്യുന്നിടം വെച്ച് ഒടിഞ്ഞു പോകുന്ന ഒരു സിസ്റ്റമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അത്ര ശരിയാകുന്നില്ല. ഈ സത്യത്തിൽ എനിക്കൊരു വലിയ പടുതാക്കുഴി ഉണ്ടാക്കേണ്ടി വന്നു, വെച്ചാൽ വെള്ളം നിർത്താനുണ്ട് ഏലത്തിൻ്റെ കൃഷിക്ക്. അപ്പോൾ അതിൻ്റെ പണിക്ക് പോകുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ പണിക്കാരെല്ലാം കൂടെ ഞാനും പണിയുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് ഓരോ തൂമ്പ ഇഷ്ടം പോലെ ഉണ്ട്. തൂമ്പ അങ്ങോട്ട് കൊടുക്കും, മുറുക്കി അങ്ങോട്ട് കൊടുക്കും, അത് കഴിയുമ്പോൾ അത് പോയി. ഇരുമ്പിൻ്റെ തൂമ്പ വെൽഡ് ചെയ്ത് തൂമ്പ അങ്ങോട്ട് കൊടുക്കും, അത് അവിടെ വെച്ച് ഒടിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ പണിയാൻ സമയം കിട്ടുന്നില്ല, പണി നടക്കുന്നില്ല. ഞാൻ മറ്റേ ഏണിയുടെ അടിയെല്ലാം മുറിച്ച് അത് മുറുക്കി കൊണ്ട് കൊടുക്കും, വെച്ച് കഴിയുമ്പോൾ അത് കളഞ്ഞു. അപ്പോൾ അങ്ങനെ മടുത്ത് ദേഷ്യം പറഞ്ഞ് ഞാൻ തൂമ്പ എടുത്ത് എറിഞ്ഞിട്ട് പിന്നെ അന്നേരമാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ലോകത്തിലെ സകലമാന സാധനങ്ങളും നവീകരിക്കപ്പെട്ടു, പക്ഷേ ഈ തൂമ്പ എവിടെ തുടങ്ങി അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അതിനൊരു നവീകരണം എന്തുകൊണ്ടുണ്ടായില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, അതിന് നവീകരണം ഉണ്ടാകേണ്ട അല്ലേ എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. എന്നുവെച്ചാൽ അത് കൈമുറുക്കാൻ സിസ്റ്റം ഉണ്ടാക്കുക. ഇത്രയും ശാസ്ത്രം ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഒരു തൂമ്പാടെ കൈമുറുക്കാൻ ഒരു ചെറിയ സിസ്റ്റം ഉണ്ടാക്കാനാണ് പാട്. അപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല അതിനെപ്പറ്റി. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും ഉണ്ടാക്കിയിട്ടു കൈമുറുക്കുന്ന സിസ്റ്റത്തിൽ ഉണ്ടാക്കാൻ ഞാൻ പ്ലാൻ ഇട്ടു. എന്നിട്ട് അത് പിറ്റേ ദിവസം അതിന് ഒരു 4 തൂമ്പ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഈ സിസ്റ്റത്തിൽ ഇതുണ്ടോ, ഇതാണ് കുഴ. അപ്പോൾ ഇത് നമ്മൾ നെട്ട് പോയിട്ട് മുറുക്കാം. സാധാരണ നമ്മൾ അടിക്കുന്നതിന് പകരം നെട്ട് പോട്ട് ഇട്ടിട്ട് മുറുക്കാം. അപ്പോൾ ഇത് ഞങ്ങളിത് തൂമ്പ ഉണ്ടാക്കുന്ന സ്റ്റീലല്ല, സ്റ്റീലാകുമ്പോൾ അത് കാച്ചിക്കേണ്ട, മണ്ണ് പിടുത്തമില്ല, ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതേ പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് വേറെ സാധനമൊന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് മോൾഡിങ് ചെയ്ത് ഉണ്ടാക്കി ഞങ്ങൾക്ക് പറ്റത്തില്ല. സ്റ്റീലൊന്നും ഉണ്ടാക്കി നോക്കിയപ്പോഴത്തെ അത് ഭയങ്കര വിജയമായി. ഇതെല്ലാം സ്റ്റീലാണോ? ഈ ഒരു ഭാഗമൊക്കെ സ്റ്റീലാണോ? അല്ലല്ല, ഇത് പ്ലേറ്റ് സ്റ്റീല്, ഇത് പച്ചിരുമ്പ്. ഇത് പച്ചിരുമ്പേ പറ്റത്തുള്ളൂ. ഓ അത് ശരി. ഒരു കൊടിഞ്ഞു പോകുന്നുണ്ട്, പച്ചിരുമ്പ് വെച്ചാൽ മാത്രമേ ഇത് ശരിയാകുന്നുള്ളൂ. പിന്നെ ഇത് പ്ലേറ്റ് മാറാം. ഈ തൂമ്പ തേഞ്ഞു നിന്നാൽ ഈ കുഴയുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഇപ്പം മാറാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റിന്റെ കാശ് മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ പ്ലേറ്റ് മാറിക്കൊടുക്കും. അത് മൊത്തം തൂമ്പ ഒഴിവാക്കണ്ട. അതെ, പിന്നെ ഈ കുഴ പിന്നെ ഉപയോഗിക്കാം. പിടി തടിയുടെ പിടിയാകാം, പൈപ്പിന്റെ പിടിയാകാം. ഈ പൈപ്പിന്റെ പിടി ഒരു തടിയുടെ പിടിയിടാം. അത് മാറ്റിയിട്ട് അതെ, ഇതുപോലെ കണ്ടോ, ഇത് രണ്ട് സെയിം അളവാണ്. ഇത് തടി ഞങ്ങൾ ആദ്യം ഇട്ടുകൊണ്ടിരുന്നത്, പക്ഷേ തടിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, കമ്പുകേട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ തടി മാറ്റിയിട്ട് ചെയ്തു. പക്ഷേ ഇത് കൊണ്ടുവന്ന കൃഷിക്കാർ തടി അവർ ചെത്തിയിട്ട് ഉന്നത്തിന്റെ കമ്പൊക്കെ വെട്ടിയിട്ട് അത് അവർ അതിടും. ഇത് പോയാൽ ഇതെങ്ങനെയൊന്നും പോകത്തില്ല. കാരണം ഇതിനിവിടെ മാത്രം വെൽഡിങ്, ഈ ഭാഗത്ത് വെൽഡിങ് ഇല്ല. ഇത് ബുഷാ. ഓ അത് ശരി. ഈ ഇടയ്ക്ക് വെൽഡിങ് കൊടുത്താൽ ഇവിടുന്ന് ഓടിയും. ഇത് വെൽഡിങ് ഇല്ല, ഇവിടെ ബാക്കിയാണ് വെൽഡിങ്. പക്ഷേ ഇതിനിപ്പോ എത്ര ടൈപ്പ് തൂമ്പകൾ വരുന്നുണ്ട്? ഇതിപ്പോൾ ഞങ്ങളിവിടെ 5 ടൈപ്പ് തൂമ്പ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇത് കോട്ട് തൂമ്പ, ഇതാണ് കോട്ട്. ഇതെല്ലാം നട്ടുപൊട്ട് മുറുകുന്ന സിസ്റ്റമാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ ഇതേ മാത്രം ഞങ്ങളിപ്പോൾ തടി ഇടുന്നുള്ളൂ. നേരത്തെ ഇതെല്ലാം തടി ഇടുമായിരുന്നു. ഇപ്പം ഈ തടിയുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം ഇതിന് മാത്രം തടി ഇടുന്നുള്ളൂ. അപ്പം ഇത് തടി ഇടാം, ഇത് ഇടാം. സെയിം തൂമ്പാന തടി ഇട്ടിട്ടില്ല. അപ്പൊ ഇത് കോട്ട് തൂമ്പ, ഇത് മൺവെട്ടി. ഇത് നല്ല ഒരു നീളം ഉണ്ടല്ലേ പിടിക്കൊക്കെ? ഇത് 4 അടി പിടിയാ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിടിയൊക്കെ? അത് ഏത് പിടി വേണമെങ്കിലും ഇടാം.
ആ ഇപ്പം 4 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ കോട്ടയം ഭാഗത്തൊക്കെ 4.5 വേണം. അങ്ങനെ അവിടെ വരുമ്പോൾ 4 ഇടും. പിന്നെ അടുത്ത ഇത് കൂന്താലി തൂമ്പ. കൂന്താലി പല ടൈപ്പ് ചെയ്യുന്നുണ്ട്. കണ്ണൂരിലൊക്കെ കൂന്താലി വ്യത്യാസമാണ്. അപ്പോൾ അതിവിടെ ചെയ്യുന്നുണ്ട്. എവിടുത്തെ ഏത് തൂമ്പ കിട്ടിയാലും നമ്മൾ അതിനെ കുഴ പിടിക്കും. ഓ അത് ശരി. ആ മോഡൽ ഉണ്ടാക്കി കുഴ പിടിക്കും. അപ്പോൾ അവിടുത്തെ അതായി കുഴ പിടിക്കുമ്പോൾ നമ്മുടേതായി പോയി. ഏത് മോഡലാണെങ്കിലും കുഴപ്പമില്ല, ഏത് മോഡലും കുഴപ്പമില്ല. കുഴ വെച്ചിട്ട് ഇതുപോലെ ഞങ്ങൾ കുഴയിടും, ഉഷാറാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കും. അതെ. ഓക്കെ. ഇപ്പം അടുത്തത് ഈ തൊഴിലുറപ്പ് ലേഡീസ് തുമ്പ. പെണ്ണുങ്ങൾക്കുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത് പെണ്ണുങ്ങളല്ല ആണുങ്ങളെ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. വെയിറ്റ് കുറവാണ്. വെയിറ്റ് കുറവ്, ലൈറ്റ് ആണല്ലേ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തൊഴിലുറപ്പുകാരുടെല്ലാം ഇതുണ്ട്. കേരളത്തിൽ മുഴുവനും എല്ലാ തൊഴിലുറപ്പുകാരുടെ കയ്യിലേക്ക് ഇതെത്തും. ഇപ്പൊ ഇവിടങ്ങളിലെല്ലാം മൊത്തമായി. പിന്നെ ഇത് ഈ ഗാർഡനിലൊക്കെ കളിക്കുന്നത് നമ്മുടെ ഇവിടെ ഇടുക്കി ജില്ലയിൽ ഏലത്തിന്റെ കൊത്തു പറിക്കുന്നതാണ് ഉപയോഗിക്കുന്നത് ഇത്. അപ്പൊ ഇത് ഗാർഡനിൽ എല്ലാത്തിനും പറ്റുന്നുണ്ട്. ഇത് ചെറിയ നമുക്ക് ഗാർഡനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു തൂമ്പ. അപ്പൊ ഇതിന്റെ സിസ്റ്റം ഇത് തന്നെ. അതന്നെ എല്ലാം ഇത് ഒരു സിസ്റ്റത്തിൽ. ഇതിപ്പോ 5 ടൈപ്പ്. 5 വേറെ ഞങ്ങൾ കണ്ണൂർ വേറെ ചെയ്യുന്നുണ്ട്, തമിഴ്നാട് വേറെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടാണ്ടുള്ള ടൈപ്പ് വേറെ മോഡൽ അല്ല, വേറെ മോഡൽ. ഇതിപ്പം ഈ തുമ്പ തമിഴ്നാട് മോഡൽ ഉണ്ടാക്കിയ തമിഴ്നാടുകാർക്ക് ഇങ്ങനെ ഇതുപോലെ കൈക്ക് പിടി ഒരു വളവ് വേണം. ഒരു വളവുണ്ട്. അത് അവർ തടിയലാണ് ഉണ്ടാക്കുന്നത്. തടിയൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പൈപ്പ് ഇങ്ങനെ വളച്ച് ഇങ്ങനെ ഇത് തമിഴ്നാട് പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുടെ കയ്യിൽ ഇങ്ങനത്തെ ടൈപ്പ് അല്ലേ? അത് ഏത് നാട്ടിലെ തൂമ്പ പറഞ്ഞാൽ നിങ്ങൾ റെഡിയാണ് ചെയ്ത്. ആന്ധ്രയിൽ ഓടുന്ന ടൈപ്പ് തൂമ്പ ഞങ്ങൾക്ക് കിട്ടിയാൽ ആ മോഡലുകളും കൊണ്ടാക്കും, അതിന് കുഴ ഇതങ്ങ് പിടിപ്പിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഏത് തൂമ്പാക്കി വേണം ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഈ കുഴക്ക് ഇതിനാണ് നിങ്ങൾ പാറ്റന്റ്? അതെ, ഞങ്ങൾക്ക് കുഴയ്ക്കാ പാറ്റന്റ്. അടുത്ത ഐറ്റം കോടാലിയാണ്. കോടാലി നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുമോ? കോടാലി ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോഴത്തേന് അതിന് ഇതേ ഇതാണ്. കോടാലിക്ക് പിന്നെ പൈപ്പിന്റെ പിടി പറ്റത്തില്ല, തടിയുടെ പിടി തന്നെ വേണം. തടിയുടെ പിടി അല്ലെന്നുണ്ടെങ്കിൽ വെട്ടുമ്പോഴത്തേന് തലയ്ക്ക് ഷേക്ക് വരും. അപ്പൊ അതുകൊണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേ ഇത് മുറുക്കാനായിട്ട് ചെറിയ ചെറിയ കൈയാണെങ്കിലും വലിയ കൈയാണെങ്കിലും ഈ സിസ്റ്റത്തെ മുറുക്കാം. ഇച്ചിരി വലുതാണെങ്കിൽ ഇത് ഇപ്പം ഈ നടുക്കുള്ള നട്ട് ഇത് വലിയ അത്യാവശ്യമുള്ള സ്പെയർ ഇട്ടിരിക്കുന്ന ഇത് വലുതാക്കാം. ചെറുതാണെങ്കിലും മുറുക്കാം. ഇപ്പം ഇത് 1.5 ഇഞ്ച് കട്ടിയുള്ള ബോൾട്ടാ. ഇതിന്റെ മുറുക്കെന്ന് വെച്ചാൽ ഇത് അനങ്ങാൻ പറ്റത്തില്ല, അത്ര ടൈറ്റ് ആയിരിക്കും, ഇത് അയത്തില്ല. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ പക്ഷേ ഇതങ്ങ് ടൈറ്റ് ചെയ്താൽ മതി. പഠിച്ച് ബുദ്ധിമുട്ടുണ്ട് ആവശ്യമില്ല. പഠിച്ചാൽ നിൽക്കത്തില്ല. ഇത് പഠിക്കാന്ന് പറയുന്ന ഒരു പണി തന്നെയാണ്. പഠിക്കുന്നത് തടി വെച്ച് അടിച്ച് ഓക്കെ, പഠിച്ചാൽ ഓക്കെ. പക്ഷെ തടി ആണിയും കമ്പിയും എല്ലാം അടിച്ച് കയറ്റും. അങ്ങനെ വരുമ്പോഴത്തേന് കൈ ഡാമേജ് ആയി, അവിടെ ചോടിയും. ഇത് സ്റ്റീലല്ല, ഇത് ഏത് കോടാലി നിലവിൽ ഓടുന്നോ അതേ സ്റ്റൈൽ കോടാലിയാണ്. ഇത് കാച്ചിക്കേണ്ടതാണ്. ഇതിപ്പം നമ്മൾ ഇവിടുന്ന് മേടിക്കുമ്പോൾ കാച്ചിക്കണ്ട, പിന്നീട് മുറിച്ച് പോയാൽ ഇത് കാച്ചിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു കോടാലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെയിറ്റിൽ മാത്രമാണ് ചെയ്യുന്നത്? ഇത് കൂടുതൽ വെയിറ്റിലൊക്കെ ചെയ്യാൻ പറ്റുമോ? അല്ല, ഇത് പല ടൈപ്പിൽ ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് 2 കിലോ 2 kg 2 കിലോ ആണ് കോടാലി. പിന്നെ ഇത് 2.5 കിലോ. അതിന്റെ വലിയ ടൈപ്പ് അല്ലേ? 2.5 കിലോ ഉണ്ട്, 2.8 ഉണ്ട്, 3 കിലോ, എത്ര വേണം ചെയ്യാം. അടുത്ത ഐറ്റം ഞങ്ങളിവിടെ ചെയ്യുന്നത് ഏലത്തിൻ്റെ ഫീൽഡിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് മുള്ള ഏറ്റവും കൂടുതൽ ഏലത്തിൻ്റെ ഇടയിൽ മുള്ളിടാനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം ഇതുപോലെ ഇത് ഇവിടെ ഒടിഞ്ഞു പോയാൽ, ഒരു കമ്പി ഒടിഞ്ഞു പോയാൽ പിന്നെ അത് ചേർത്ത് വെൽഡ് ചെയ്യാനുള്ള വഴിയേ ഉള്ളൂ. ഒരു മുള്ളു പോയ പ്രശ്നമാണ്. വെൽഡ് ചെയ്താലും അത് വലിയ കാര്യമായിട്ട് അതിൽ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു മുള്ളു പോയാൽ ഇത് മേടി വെച്ച് മാറാമെങ്കിൽ എങ്ങനെ ഇരിക്കും? അതുപോലത്തെയാണ് ഇത്. 4 കുണിങ്ങി അയച്ചെടുത്ത് വെച്ച് ഇത് ഏത് മുള്ളു പോയാൽ ആ മുള്ളു നമുക്ക് മാറാം. ആ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റമാണ്. അപ്പൊ അന്നേരം അതിന്റെ ഒരു ബലം ഉണ്ടാവോ? പഴയതിന്റെ ബലം ഉണ്ടാവോ? ബലമുണ്ട്. നല്ല ബലത്തിൽ നല്ല ബലം. ഇതെന്താണ് ഇത് മെറ്റീരിയൽ വരുന്നത്? ഇത് സ്റ്റീൽ തന്നെയാണ്. സ്റ്റീലാ ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ നിങ്ങൾ പിടി കൊടുത്തിരിക്കുന്ന തടിയുടെ പിടി, സപ്പോർട്ട് ഇരുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കല്ലേല കൊണ്ട് വരുന്ന ഷെയ്ക്ക് തടയാൻ വേണ്ടിയുള്ള ഏത് തടി? അതെ, തടി കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഏത് സാധനം പോയാലും ഇത് മാറാം. തടി പോയാലും മാറാം, ഈ കൈപിടി പോയാലും ഇതുണ്ട്. ഇതുപോലെ മുറുക്കാവുന്ന സിസ്റ്റത്തിലാണ്. അവിടെ ഒരു നെട്ടും ബോൾട്ടും എല്ലാം മാറാം. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ അത് കാര്യമില്ല. ആ വണ്ടിയുടെ വീൽ അഴിക്കാൻ മേലെങ്കിൽ പിന്നെ ശരിയാണോ എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാം നമുക്ക് അഴിക്കാൻ പറ്റണം. മാറ്റിയിട്ട് നമുക്ക് ചെറിയ പണി എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാം. അതെ. ഇതാണ് അടുത്തൊരു പുതിയതായിട്ടുണ്ടാക്കിയ ഒരു ആയുധം. ഇത് ഇവിടെ ഇടുക്കി ജില്ലയിൽ ഏലത്തിൻ്റെ അകത്തെ കൊത്ത് പറിക്കാനായിട്ട്, കിഴങ്ങ് പറിച്ചെടുക്കാൻ ഇതുപോലത്തെ തൂമ്പ ഉപയോഗിക്കുമ്പോൾ ചില ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയാണ്. പക്ഷേ ഞങ്ങളത് ഉപയോഗിച്ച് നോക്കിയിട്ട് വളരെ വിജയമാണ്. നടുക്കുള്ള കിഴങ്ങ് പറിക്കാൻ സിമ്പിളായിട്ട് പറിച്ചെടുക്കാം. ഇത് നോക്കാം, ഇതുപോലെ
എവിടെ? ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇത് കിഴങ്ങ കണ്ടോ, ഇത് മറ്റേ തൂമ്പോട് പറിക്കാൻ പാടാ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു കുത്ത് കുത്തി ഇങ്ങനെ ഈ പറിച്ചെടുക്കാം. ഇതടുപ്പിച്ച് ഇതുണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കാം. ഇത് അടുപ്പിച്ച് കഴിഞ്ഞാൽ പോരും. കണ്ടോ, അത് ടൈറ്റ് ചെയ്ത് പിന്നെ അത് എടുത്തേക്ക് അല്ലേ. ഇത് ഞങ്ങളൊരു പുതിയ ആയുധം, ഒരു നിസ്സാരപ്പെട്ട ഒരു പുതിയ ആയുധം ഉണ്ടാക്കിയാണ്. അതായത് ഈ ഏലത്തിൻ്റെ ഫീൽഡിൽ കവാത്തെടുത്ത് വരുമ്പം കള വരും. അപ്പോൾ ആ കള കളയാനായിട്ട് ഒരു ചെറിയ കവാത്ത് കത്തിങ്ങനെ വളച്ച് പോലെ വളച്ചൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കുറച്ച് വീതിക്ക് കള പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അത് നോക്കി നിന്നപ്പോൾ എനിക്ക് ഇത് സ്ഥലം നീങ്ങുന്നില്ലല്ലോ, എത്ര പണീൻ്റെ സ്ഥലം കൊണ്ട് നീങ്ങുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറിയ ആയുധം ഉണ്ടാക്കി, ഒരു കുഞ്ഞായുധം. ഇത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ ഇങ്ങനെ കാണുന്ന ഇത് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും വീതിക്ക് കളയാൻ പോകും. അത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട് അല്ലേ. ഇത് സ്ത്രീകൾക്കും ആർക്കും വേണ്ടി ഉപയോഗിക്കാം. ചെറിയ വെയിറ്റ് തീരെ കുറവാണ്. ഇപ്പം 10 ചെടി ചെയ്യേണ്ട ആൾ 30 ചെടി ചെയ്യും. അത്ര സ്പീഡ് അനുഭവത്തിൽ വന്നിട്ടാണ് പറയുന്നത്. ഗാർഡനിലൊക്കെ നമുക്ക് ഗാർഡനിലെല്ലാം ഉപയോഗിക്കാൻ പറ്റും കള കളയാൻ വളരെ ഈസി ആയിട്ട്. ഇപ്പം ഈ ആയുധം, കൃഷി ആയുധം എന്ന് പറയുന്നത്, കൃഷി ആയുധം നന്നായെങ്കിൽ കൃഷി നന്നാകത്തുള്ളൂ. അത് യുദ്ധത്തിലാണെങ്കിൽ ശരി, കൃഷിയിലാണെങ്കിലും ശരി, അതൊരു പ്രധാനപ്പെട്ട ആയുധം കറക്റ്റ് ആയിരിക്കണം. ആയുധം നല്ലതല്ലെങ്കിൽ അവിടെ തോൽവി ഉണ്ടാവും. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ എവിടെയൊക്കെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇടുക്കി ജില്ല ഫുള്ളായിട്ട് ഞങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുകയാണ്. പിന്നെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ഈ 4 ജില്ലയ്ക്ക് ഒരു ഏജൻസിക്ക് ഞങ്ങൾ ഹോൾസെയിൽ കൊടുക്കുകയാണ്. അവരാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ കൊടുക്കുന്നുണ്ട്, കോട്ടയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ, എറണാകുളം ജില്ലയുടെ കുറച്ച് ഭാഗങ്ങളിൽ, പത്തനംതിട്ടയുടെ കുറച്ച് ഭാഗങ്ങളിൽ. അപ്പോൾ ഫുള്ളായിട്ടില്ല, ഇവിടെ എല്ലാ ഭാഗികമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് അനുസരിച്ച് എന്തേരം പറ്റുമോ അത്രയും ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ ആയിട്ട് പുതിയ ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. പ്രൊഡക്റ്റ് ഉള്ള അനുസരിച്ച് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. എത്രമാത്രം അതിന്റെ പ്രൊഡക്റ്റ് കൂട്ടാൻ പറ്റുന്ന അനുസരിച്ച് ഞങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് ഇവിടെ 350 രൂപ തൊട്ട് 1300 രൂപ വരെ ഉള്ള റേറ്റുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇത്രയാണ് അതുല്യ ഇൻഡസ്ട്രീസിന്റെ തൂമ്പയുടെ വിശേഷങ്ങൾ, കോടാലിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ. ശശിയേട്ടൻ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. അതായത് ഏതൊരു പട്ടാളക്കാരന്റെ കയ്യിലും അവരുടെ ആയുധം എന്ന് പറയുന്നത് തോക്കായിരിക്കും അല്ലേ. നാട്ടിലെ കർഷകരുടെ പ്രധാനപ്പെട്ട ആയുധമായിട്ടുള്ള തൂമ്പ പോലുള്ള ഇതേപോലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക, നിർമ്മിക്കുക, നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ശശിയേട്ടൻ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഓൾറെഡി പേറ്റന്റ് ഉള്ള പ്രോഡക്റ്റും കൂടിയാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. എന്നും ഞാൻ കൊടുക്കുന്ന പോലെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.